മക്കളെ, വെൽക്കം ടു വിങ്സ് അക്കാദമീസ് ഓൺലൈൻ ക്ലാസ്സസ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് 10ാം ക്ലാസ്സിലത്തെ സെക്കൻഡ് ചാപ്റ്റർ ആയ അറിവിന്റെ വാതായനങ്ങളിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു പാഠമാണ് ഈ രണ്ടാമത്തെ പാഠം. അപ്പോൾ നമുക്ക് വേഗം എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം അല്ലേ. ആദ്യത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നമ്മൾ ഒരു കാര്യം ആദ്യമേ പറയട്ടെ, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്ത് ചെയ്യുക, നല്ല സമാധാനത്തോടെ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് നന്നായിട്ട് മനസ്സിലാക്കി വായിച്ചതിന് ശേഷം ഉത്തരം എഴുതണം കേട്ടോ. നോക്കിയേ, താഴെ നൽകിയിരിക്കുന്ന ബോക്സിൽ നിന്ന് ദൃഢപടലം, രക്തപടലം, ദൃഷ്ടിപടലം അതായത് റെട്ടിന എന്നിവയിൽ കാണുന്ന ഭാഗങ്ങൾ തിരഞ്ഞെടുക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, താഴെ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് ഭാഗങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ. അതിൽ നിന്ന് ഏതൊക്കെയാണ് ദൃഢപടലത്തിന്റെ ഭാഗം ഏതാണ്, രക്തപടലത്തിന്റെ ഭാഗം ഏതാണ്, അതേപോലെ ദൃഷ്ടിപടലം റെട്ടിനയുടെ ഭാഗം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നമുക്ക് തന്നിരിക്കുന്ന ഹെഡിങ് എഴുതണം അല്ലേ. ഏതായിരുന്നു ഒന്നാമത്തെ, ഏതായിരുന്നു, ദൃഢപടലം എന്നാണ് ചോദിച്ചിരുന്നത്. ദൃഢപടലം. അടുത്തത് ഏതാണ്, രക്തപടലം. രക്തപടലം. അടുത്തത് ദൃഷ്ടിപടലം. ദൃഷ്ടിപടലം അഥവാ റെറ്റിന. ഇനി നമുക്ക് ഓരോന്നിലും പെടുന്ന ഭാഗങ്ങൾ ഏതാണെന്ന് നോക്കാം. നോക്കിയേ, ദൃഢപടലം. ദൃഢപടലത്തിൽ വരുന്ന ഭാഗങ്ങൾ ഏതായിരിക്കും, ഏതൊക്കെയാണ്? അതെ, കോർണിയ ഉണ്ട് അല്ലേ, കോർണിയ വരുന്നുണ്ട്. അതേപോലെ തന്നെ കൺജങ്ക്റ്റീവ വരുന്നുണ്ട് അല്ലേ, കൺജങ്ക്റ്റീവ, കൺജങ്ക്റ്റീവ. ഇത് രണ്ടുമാണ് എന്തിൽ വരുന്നത്, ദൃഢപടലത്തിൽ വരുന്നത്. അടുത്തത് രക്തപടലം. രക്തപടലത്തിൽ ഏതാണ് വരുന്നതെന്ന് വായിച്ചു നോക്കിയാൽ നമ്മൾ ഇത് രണ്ടും എന്ത് എഴുതി കഴിഞ്ഞു, അന്തബിന്ദു ഉണ്ട്, പീതബിന്ദു ഉണ്ട്, ഐറിസ് ഉണ്ട്. ഇതിൽ ഏതായിരിക്കും രക്തപടലത്തിലെ ഭാഗം, ഏതായിരിക്കും? അതേതാണ്, ഐറിസ് ആണ് അല്ലേ. ഐറിസ് നമുക്ക് തന്നിട്ടുള്ളതിൽ ഏതാണ്, ഐറിസ് മാത്രമേ എന്തുള്ളൂ, രക്തപടലത്തിന്റെ ഭാഗമായിട്ടുള്ളൂ. പക്ഷെ നമ്മൾ ഒരെണ്ണം കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു അത്? പ്യൂപ്പിൾ ആണ് കേട്ടോ. പക്ഷെ ഇവിടെ നമുക്ക് അത് തന്നിട്ടില്ല. പക്ഷെ ആലോചിച്ച് വെക്കുക, ഐറിസിന്റെ കൂടെ എന്തും കൂടി ഉണ്ട്, പ്യൂപ്പിളും കൂടെ എന്തുണ്ട്, രക്തപടലത്തിന്റെ ഭാഗമാണ്. അടുത്തത് നോക്കിയേ, ദൃഷ്ടിപടലം. ദൃഷ്ടിപടലത്തിന്റെ ഭാഗം ഏതായിരിക്കും? പിന്നെ അന്തബിന്ദുവും അതേപോലെ പീതബിന്ദുവും. അന്തബിന്ദു, പീതബിന്ദു, പീതബിന്ദു. ഇതാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പൊ എന്ത് ചെയ്യണം നിങ്ങൾ? നല്ല വൃത്തിക്കാണ് എന്ത് ചെയ്യേണ്ടത്, ആൻസർ ഷീറ്റിൽ ആൻസേഴ്സ് എഴുതേണ്ടത്. ഇങ്ങനെ ബോക്സ് ഒക്കെ വരച്ച് ഏതൊക്കെ ഭാഗങ്ങൾ അതിൽ ഉൾപ്പെടും എന്നൊക്കെ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, എഴുതുക കേട്ടോ. അടുത്ത ചോദ്യം, കണ്ണിലെ ഒരു ദ്രവത്തിന്റെ സവിശേഷത ചുവടെ നൽകിയിരിക്കുന്നു. അത് വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കണ്ണിലൊരു ദ്രവത്തിന്റെ പ്രത്യേകത തന്നിട്ടുണ്ട്. ഒന്ന് വായിച്ചു നോക്കാം നമുക്ക്. ഏതാണ്? രക്തത്തിൽ നിന്ന് രൂപപ്പെട്ട് രക്തത്തിലേക്ക് തന്നെ പുനരാകിരണം ചെയ്യപ്പെടുന്നു. ദ്രവമേത്? ക്വസ്റ്റ്യൻ എന്താണ്, ദ്രവമേത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ദ്രവമാണ് ഇത്? കണ്ണിലെയാണ് കേട്ടോ, കണ്ണിലെ ദ്രവമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏത് എഴുതണം? അത് അക്വസ് ദ്രവമാണ് അല്ലെ. എന്താണ്? അക്വസ് ദ്രവം. അക്വസ് ദ്രവമാണ്. അടുത്ത ചോദ്യം എന്താണ്? ഈ ദ്രവത്തിന്റെ ധർമ്മം എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിരുന്നു ഈ ദ്രവത്തിന്റെ ധർമ്മം? നമ്മുടെ കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷകവും കൊടുക്കുന്ന പോഷക ഘടകങ്ങളും കൊടുക്കുക എന്നുള്ളതാണ് ആരുടെ ധർമ്മം എന്ന് പറയുന്നത്? നമ്മുടെ ഈ അക്വസ് ദ്രവത്തിന്റെ ധർമ്മം എന്ന് പറയുന്നത്. അപ്പൊ ഓക്സിജൻ അതേപോലെ എന്താണ്, പോഷണവും കൊടുക്കുക, അല്ലെങ്കിൽ പോഷണവും നൽകുക എന്നുള്ളതാണ് ആരുടെ ധർമ്മം എന്ന് പറയുന്നത്? അക്വസ് ദ്രവത്തിന്റെ ധർമ്മം എന്ന് പറയുന്നത്. അടുത്ത എന്താണ്? ഈ ദ്രവവുമായി ബന്ധപ്പെട്ട നേത്രരോഗം ഏതായിരുന്നു നമ്മൾ പഠിച്ചത്? ഗ്ലോക്കോമ അല്ലെ. ഗ്ലോക്കോമയാണ് ഈ അക്വസ് ദ്രവവുമായി ബന്ധപ്പെട്ട നേത്രരോഗം എന്ന് പറയുന്നത്. ഇനി ഈ നേത്രരോഗത്തെ എങ്ങനെ പരിഹരിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് നമുക്ക് എന്തറിഞ്ഞിരിക്കണം, എന്താണ് ഗ്ലോക്കോമ എന്നറിഞ്ഞിരിക്കണം. എന്താണ് ഗ്ലോക്കോമ? നമ്മുടെ അക്വസ് ദ്രവവുമായിട്ട് ബന്ധപ്പെട്ടാന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. അക്വസ് ദ്രവം ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അക്വസ് ദ്രവം എങ്ങനെയാണ് രൂപപ്പെട്ടിരിക്കുന്നത്? രക്തത്തിൽ നിന്ന് രൂപപ്പെട്ട് രക്തത്തിലേക്ക് തന്നെ പുനരാകിരണം ചെയ്യപ്പെടുന്നു എന്നാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത്, ഗ്ലോക്കോമയിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അക്വസ് ദ്രവത്തിന്റെ പുനരാകിരണം തടസ്സപ്പെടുന്നു. പുനരാകിരണം നടക്കത്തില്ല. അതിന്റെ
പുനരാകിരണം തടസ്സപ്പെട്ടു കഴിഞ്ഞാൽ അക്വസ് ദ്രവം മൂലം ഒരുപാട് അക്വസ് ദ്രവം കണ്ണിൽ നമ്മുടെ, അപ്പൊ അതുമൂലം നമ്മുടെ കണ്ണിലെ പ്രഷർ, അതായത് മർദ്ദം കൂടുന്നു. മർദ്ദം കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ കോർണിയയും അതേപോലെ റെട്ടിന, അതേപോലെ തന്നെ പ്രകാശഗ്രാഹി കോശങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നശിച്ചു പോവാനും പൂർണ്ണമായും അന്ധതയിലേക്ക് നമ്മൾ പോവാനും കാരണമാകുന്നു. അതാണ് എന്തെന്ന് പറയുന്നത്, ഗ്ലോക്കോമ എന്ന് പറയുന്നത്. ഈ ഗ്ലോക്കോമ, ഈ രോഗത്തെ എങ്ങനെ പരിഹരിക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എങ്ങനെ പരിഹരിക്കാനായിട്ട് പറ്റും? ലേസർ സർജറി വഴി, അല്ലേ? ലേസർ സർജറി വഴി നമുക്ക് എന്ത് ചെയ്യാം, ഈ രോഗം പൂർണ്ണമായും ഭേദമാക്കാനായിട്ട് സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ചിത്രം വിശകലനം ചെയ്ത് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണപ്പെടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ചിത്രം നമുക്ക് തന്നിട്ടുണ്ട്, അത് വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, എ ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്, എ ബി എന്നീ കോശങ്ങൾ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ ബി, എ ഏതായിരിക്കും? ഒരു വടി പോലെ ഇരിക്കുന്നത്, ഒരു ദണ്ഡാകൃതിയിൽ ഇരിക്കുന്നത് ഏതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എ ഏതാണ്? റോഡാണ് അല്ലേ? റോഡ് കോശമാണ്, റോഡ് കോശം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബി ഏതായിരിക്കും? ബി കോണാണ്, കോൺ കോശം. എ റോഡ് കോശം, ബി ഏതാണ്? കോൺ കോശമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ഈ കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തു ഏത്? ഓരോന്നിലും അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തു ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, റോഡ് കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തു ഏതാണ്? പെട്ടെന്ന് കിട്ടൂല, എന്താണ്? റോഡോപ്സിൻ. എന്താണ്? റോഡോപ്സിൻ ആണ്, റോഡോപ്സിൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോൺ കോശങ്ങൾ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തു ഏതാണ്? ഫോട്ടോപ്സിൻ, ഫോട്ടോപ്സിൻ. അല്ലെങ്കിൽ വേറൊരു പേരുണ്ടല്ലോ ഇതിന്, ഏതായിരുന്നു? അയഡോപ്സിൻ, അയഡോപ്സിൻ, അയഡോപ്സിൻ. അപ്പോ റോഡ് കോശങ്ങൾ അടങ്ങിയിരിക്കുന്നത് റോഡോപ്സിനും കോൺ കോശങ്ങൾ അടങ്ങിയിരിക്കുന്നത് ഫോട്ടോപ്സിൻ അല്ലെങ്കിൽ അയഡോപ്സിൻ. പിക്ചർ ഇമ്പോർട്ടന്റ് ആണ്, എന്തായാലും പരീക്ഷയ്ക്ക് ഉണ്ടാവുന്ന ഒരു ചോദ്യമാണ്. പിക്ചർ പഠിച്ചു വെച്ച് പോകണം. അടുത്തത്, നൽകിയിരിക്കുന്ന പട്ടിക വിശകലനം ചെയ്യുക. കോളം എ അനുസരിച്ച് ബി സി കോളങ്ങൾ ക്രമീകരിക്കുക. നമുക്കൊരു പട്ടിക തന്നിട്ടുണ്ട് അല്ലേ, എ ബി സി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എ ബി സി എന്ന് പറഞ്ഞിട്ട് 3 പെട്ടികൾ തന്നിട്ടുണ്ട്. അതെന്ത് ചെയ്യാൻ, എയിലെ ഭാഗങ്ങൾക്കനുസരിച്ച് എന്ത് ചെയ്യുക, ബിയും സിയും ക്രമീകരിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഒരു ചോദ്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ശ്രദ്ധയോടുകൂടി വായിച്ചതിന് ശേഷം മാത്രമേ ഉത്തരം എഴുതാൻ പാടുള്ളൂ. നോക്കിയേ, എയിൽ ആദ്യത്തെ ഭാഗം ഏതാണ് പറഞ്ഞിരിക്കുന്നത്, പ്യൂപ്പിൾ ആണ് അല്ലേ? അപ്പൊ പ്യൂപ്പിളിന്റെ പ്രത്യേകതയാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. ഏതായിരിക്കും പ്യൂപ്പിളിന്റെ പ്രത്യേകത? ഒന്ന് വായിച്ചു നോക്കിയേ, ഏതാണ് പ്യൂപ്പിൾ എന്ന് പറഞ്ഞത്? ഐറിസിന്റെ മധ്യഭാഗത്തുള്ള സുഷിരമാണ് അല്ലെ? നമുക്കറിയാം, ഇതാണ് ഐറിസ് എന്ന് പറയുന്നത്. അതിന്റെ മധ്യഭാഗത്തുള്ള സുഷിരത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്യൂപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ധർമ്മം എന്താണ്? എന്തായിരുന്നു ധർമ്മം എന്ന് പറയുന്നത്? പ്രകാശ തീവ്രതയ്ക്കനുസരിച്ച് വലിപ്പം ക്രമീകരിക്കപ്പെടുന്നു അല്ലെ? പ്രകാശത്തിന്റെ തീവ്രതയ്ക്കനുസരിച്ച് അതിന്റെ വലിപ്പം കൂടുകയും കുറയുകയും ചെയ്യുന്നു. ഇനി അടുത്ത ഭാഗം നോക്കിയേ, അടുത്ത ഭാഗമാണ് പീതബിന്ദു എന്ന് പറയുന്നത്. പീതബിന്ദുവിന്റെ പ്രത്യേകത ഒന്ന് വായിച്ചു നോക്കിയേ നിങ്ങൾ. ഏതായിരിക്കും പീതബിന്ദു? പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗം അല്ലെ? അവിടെ ഒരുപാട് പ്രകാശഗ്രാഹി കോശങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഇപ്പൊ നോക്കിയേ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ധർമ്മം എന്തായിരിക്കും? പ്രതിബിംബത്തിന് ഏറ്റവും തെളിമയുള്ള ഭാഗം അല്ലെ? പ്രതിബിംബത്തിന് ഏറ്റവും തെളിമയുള്ള ഭാഗം ഏതാണ്? പീതബിന്ദുവാണ്. അടുത്തത് കോർണിയ. കോർണിയയുടെ പ്രത്യേകത എന്താണ്? കോർണിയ ദൃഢപടലത്തിന്റെ മുൻഭാഗത്തുള്ള സുതാര്യവും മുന്നോട്ട് തള്ളിയതുമായ ഭാഗമാണ് ഏതെന്ന് പറയുന്നത്? കോർണിയ എന്ന് പറയുന്നത്. അതിന്റെ ധർമ്മം എന്താണ്? പ്രകാശ രശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്നു അല്ലെ? കോർണിയ വഴിയാണ് എന്ത് ചെയ്യുന്നത്? പ്രകാശം നമ്മുടെ കണ്ണിലേക്ക് കയറുന്നത്. അടുത്തത് ഏതാണ്? ദൃഢപടലമാണ് അല്ലെ? ദൃഢപടലം എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഏറ്റവും പുറംപാളിയാണ് നമുക്കറിയാം അല്ലെ? കണ്ണിന്റെ ഏറ്റവും പുറംപാളിയാണ് ഏതെന്ന് പറയുന്നത്? ദൃഢപടലം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്തായിരിക്കും? ഒന്ന് നോക്കിയേ, വായിച്ചു നോക്കിയിട്ട് പറയാ. എന്താണ്? യോജക കലകളാൽ നിർമ്മിതമാണ്. ദൃഢപടലം എന്താണ്? യോജക കലകളാൽ നിർമ്മിതമാണ്. ഇനി അതിന്റെ ധർമ്മം എന്താണ്? കണ്ണിന് ദൃഢത നൽകുന്നു. അപ്പൊ പേരിൽ തന്നെ നമുക്ക് കിട്ടൂലേ, ദൃഢപടലം എന്ന് പറയുമ്പോൾ എന്താണ്? കണ്ണിന് ദൃഢത നൽകുന്ന പാളിയാണ് ഏത്? ദൃഢപടലം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ,
കണ്ണിലെ പ്രകാശ ക്രമീകരണവുമായി ബന്ധപ്പെട്ട് ഐറിസിലെ പേശി പ്രവർത്തനങ്ങൾ സൂചിപ്പിക്കുന്ന ചിത്രീകരണം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രകാശ ക്രമീകരണവുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് ചിത്രം തന്നിട്ടുണ്ട് അല്ലേ? ചോദ്യം നമുക്ക് വായിക്കാം. എന്താണ്? തീവ്രപ്രകാശത്തിൽ പ്രകാശ ക്രമീകരണം സൂചിപ്പിക്കുന്ന ചിത്രമേത്? ഏതായിരിക്കും? ഐറിസിന്റെ പടമാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ? തീവ്രപ്രകാശം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീവ്രപ്രകാശത്തിൽ ഏതായിരിക്കും? ഇതില് ഒന്നാണോ? ഇതാണ് ഒന്നാമത്തെ പിക്ചർ, ഇത് 2. അപ്പൊ ഒന്നാണോ രണ്ടാണോ തീവ്രപ്രകാശത്തിൽ സൂചിപ്പിക്കുന്നത്? ഏതായിരിക്കും? രണ്ടാമത്തെ ചിത്രമാണ് അല്ലേ? അപ്പൊ രണ്ടാമത്തെ ചിത്രമാണ് എന്തിനെ സൂചിപ്പിക്കുന്നത്? തീവ്രപ്രകാശത്തിലുള്ള ചിത്രം അല്ലെങ്കിൽ സൂചിപ്പിക്കുന്ന ചിത്രം. അടുത്തത് ബി ക്വസ്റ്റ്യൻ എന്താണ്? എക്സ് വൈ എന്ന് സൂചിപ്പിച്ചിരിക്കുന്ന പേശികൾ ഏതെല്ലാമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഐറിസിലെ 2 പേശികളുണ്ട്. ഏതൊക്കെയാണ്? വലയപേശിയും ഉണ്ട്, റേഡിയൽ പേശിയും ഉണ്ട് എന്ന് അറിയാം അല്ലെ? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? അത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്, അതിന്റെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, എക്സ് എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്, എക്സ് എവിടേക്കാണ് നോക്കിയേ അടയാളപ്പെടുത്തിയിരിക്കുന്നത്? പുറത്തേക്കാണ് അല്ലെ? അപ്പൊ അത് ഏതായിരിക്കും? ഏതാണെന്നാണ് പറഞ്ഞു തന്നിരുന്നിട്ടുള്ളത്? എക്സ് എന്ന് പറഞ്ഞാല് റേഡിയൽ ആണ് അല്ലെ? റേഡിയൽ പേശിയാണ്. എക്സ് റേഡിയൽ പേശിയും. അതേപോലെ വൈ എവിടേക്കാണ് സൂചിപ്പിക്കുന്നത്? വൈ ദേ ഉള്ളിലേക്കാണ് കേട്ടാ. ഇത് ഉള്ളിലേക്കാണ് വൈ സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അവിടെയുള്ള ഏതായിരിക്കും? ഏത് പേശിയാണ് വൈ എന്ന് പറയുമ്പോ? അത് വലയ പേശിയാണ്. വലയ പേശി കേട്ടാ. എക്സ് എന്ന് പറയുമ്പോൾ റേഡിയൽ പേശിയും വൈ എന്ന് പറഞ്ഞാല് വലയ പേശിയുമാണ്. ഇനി അടുത്ത ചോദ്യം എന്താണ്? മങ്ങിയ പ്രകാശത്തിൽ പ്യൂപ്പിളിന്റെ വലിപ്പം ക്രമീകരിക്കപ്പെടുന്നത് എങ്ങനെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഒന്നാമത്തെ പിക്ചർ നോക്കിയാൽ അറിയാം അല്ലെ? ഒന്നാണ് എന്തെന്ന് പറയണത്? മങ്ങിയ പ്രകാശത്തില് പ്രകാശ ക്രമീകരണം നടക്കുന്നത്. അവിടെ എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ ക്രമീകരിക്കപ്പെടുന്നത് എങ്ങനെ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് പറയണം? മങ്ങിയ പ്രകാശത്തിൽ എന്ത് സംഭവിക്കും? ഏത് പേശിയാണ് സങ്കോചിക്കുന്നത്? റേഡിയൽ പേശിയിലെ റേഡിയൽ പേശി സങ്കോചിക്കുന്നു. റേഡിയൽ പേശി എന്ത് ചെയ്യും? സങ്കോചിക്കുന്നു. തന്മൂലം എന്ത് സംഭവിക്കും? നമ്മുടെ പ്യൂപ്പിൾ വലുതാകുന്നു. ഇങ്ങനെ തന്നെ എഴുതണം കേട്ടാ. അല്ലാണ്ട് വെറുതെ നമ്മള് ഇങ്ങനെ ക്രമീകരിക്കപ്പെടുന്നത് എങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ എന്താ? പ്യൂപ്പിൾ വലുതാകുന്നു, പ്യൂപ്പിളിന്റെ സൈസ് കൂടുന്നു എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ട് കാര്യമില്ല. നമ്മൾ എന്തും കൂടെ എഴുതണം. ആര് സങ്കോചിക്കും? ഏത് പേശിയാണ് സങ്കോചിക്കുന്നതെന്ന് എഴുതണം. ഏതാണ്? റേഡിയൽ പേശി സങ്കോചിക്കുന്നത് മൂലം പ്യൂപ്പിളിന്റെ വലിപ്പം എന്ത് ചെയ്യുന്നുണ്ട്? വർദ്ധിക്കുന്നു അല്ലെങ്കിൽ കൂടുന്നു. മനസ്സിലായില്ലേ? അങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനായിട്ട്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടാ. എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അടുത്ത ചോദ്യം, കണ്ണിന്റെ സമജ്ഞതക്ഷമതയുമായി ബന്ധപ്പെട്ട ചിത്രം വിശകലനം ചെയ്ത് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ണിന്റെ സമജ്ഞതക്ഷമതയെ കാണിക്കുന്ന ചിത്രം നമുക്ക് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? വസ്തുക്കളെ അടുത്ത് കാണുമ്പോൾ ലെൻസിലെ മാറ്റം സൂചിപ്പിക്കുന്ന ചിത്രം ഏതാണ്? അടുത്തുള്ള വസ്തുവിനെ കാണുമ്പോൾ ഏതായിരിക്കും? ചിത്രം എ ആണോ അതോ ബി ആണോ? അടുത്തുള്ള വസ്തുവിനെ കാണുമ്പോൾ എ ആണ് അല്ലേ? എ ചിത്രമാണ് എന്ത്? അടുത്തുള്ള വസ്തുവിനെ കാണുമ്പോൾ സൂചിപ്പിക്കുന്ന ചിത്രം. അടുത്തെന്താണ്? ബി ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദൂരെയുള്ള വസ്തുക്കളെ കാണുമ്പോൾ ലെൻസിന്റെ വക്രതയിൽ വരുന്ന മാറ്റം എന്ത്? ദൂരെയുള്ള വസ്തുക്കളെ നമ്മൾ നോക്കുമ്പോൾ ലെൻസിന്റെ വക്രതയ്ക്ക് എന്ത് സംഭവിക്കും? ലെൻസിന്റെ വക്രത കുറയുന്നു അല്ലെ? ലെൻസിന്റെ വക്രത എന്ത് ചെയ്യും? കുറയുന്നു. ലെൻസിന്റെ വക്രത കുറയുന്നു. അടുത്ത ചോദ്യം എന്താണ്? സീലിയറി പേശികളും സ്നായുക്കളും ഇതിനെങ്ങനെ സഹായിക്കുന്നു? ലെൻസിന്റെ വക്രത, അകലെയുള്ള വസ്തുവിനെ നോക്കുമ്പോൾ ലെൻസിന്റെ വക്രത എന്ത് ചെയ്യും? കുറയുന്നു. അതിനെങ്ങനെയാണ് സീലിയറി പേശികളും സ്നായുക്കളും സഹായിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ സീലിയറി പേശിക്ക് എന്ത് സംഭവിക്കും? സീലിയറി പേശി എന്ത് ചെയ്യും? വിശ്രമം ചെയ്യുന്നു അല്ലെ? വിശ്രമാവസ്ഥയിലായിരിക്കും. ദൂരെയുള്ള വസ്തുവിനെ നോക്കുമ്പോൾ സീലിയറി പേശി എന്ത് ചെയ്യും? വിശ്രമാവസ്ഥയിലായിരിക്കും. സ്നായുക്കൾ എന്ത് സംഭവിക്കും? അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലേ? സ്നായുക്കൾ വലിയുന്നു. സ്നായുക്കൾ എന്ത് ചെയ്യും? വലിയുന്നു. മനസ്സിലായില്ലേ? ദൂരെയുള്ള വസ്തുവിനെ നോക്കുമ്പോൾ എന്ത് സംഭവിക്കും? സീലിയറി പേശി എന്ത് ചെയ്യും? വിശ്രമാവസ്ഥയിലായിരിക്കും. സ്നായുക്കൾ എന്ത് ചെയ്യും? വലിയുന്നു. സ്നായുക്കളെ അപ്പുറത്തും ഇപ്പുറത്തും പിടിച്ച് വലിക്കുകയാണ് അല്ലേ? അപ്പൊ വക്രതയിൽ എന്ത് വരും? കുറയും. മനസ്സിലായ? ലെൻസിന്റെ വക്രത എന്ത് ചെയ്യും? കുറയുന്നു. മനസ്സിലായില്ലേ? ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കുന്ന
ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സ്നായുക്കൾ വലിയുന്നു, അതാണ് എന്ത് നമ്മുടെ സീലിയറി പേശികളും സ്നായുക്കളും എങ്ങനെ സഹായിക്കുന്നു, വക്രതയിൽ മാറ്റം വരുത്താൻ എങ്ങനെ സഹായിക്കുന്നു എന്ന് ചോദിച്ചാൽ എഴുതേണ്ടത്. അടുത്തത് പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, നേത്രരോഗങ്ങളും കാരണവും അതുപോലെ പ്രതിവിധിയും തന്നിരിക്കുന്നുണ്ട്. നോക്കിയേ, നിശാന്തത. നിശാന്തതയ്ക്ക് കാരണം എന്താണ്? നിശാന്തതയ്ക്ക് കാരണം എന്തായിരുന്നു? നമ്മുടെ വൈറ്റമിൻ എയുടെ അല്ലേ, വൈറ്റമിൻ എയുടെ അഭാവം മൂലം, വൈറ്റമിൻ എ നമ്മുടെ ശരീരത്തിൽ കുറയുന്നത് മൂലം എന്ത് സംഭവിക്കും? നമ്മുടെ റെട്ടിനാലിന്റെ അളവ് കുറയുന്നു. നമുക്കറിയാം റൊഡോപ്സിൻ നിർമ്മിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? റൊഡോപ്സിൻ ആയാലും ഫോട്ടോപ്സിൻ ആയാലും അതിന്റെ നിർമ്മാണം എങ്ങനെ രൂപപ്പെടുന്നു എന്ന് ചോദിച്ചാൽ എന്ത് പറയണം? വൈറ്റമിൻ എയിൽ നിന്ന് കിട്ടുന്ന റെട്ടിനാലും അതേപോലെ തന്നെ എന്താണ് ഓപ്സിൻ എന്ന് പറയുന്ന പ്രോട്ടീനും കൂടി ചേർന്നാണ് എന്ത് നിർമ്മിച്ചിരിക്കുന്നത്? ഫോട്ടോപ്സിൻ ആയാലും അതുപോലെ തന്നെ റൊഡോപ്സിൻ ആയാലും. ഇവിടെ നോക്കിയേ, നിശാന്തതയ്ക്ക് കാരണം എന്ന് ചോദിച്ചാൽ വൈറ്റമിൻ എയുടെ അഭാവം, നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ എ കുറയുന്നത് മൂലം എന്തും കുറയും? വൈറ്റമിനിൽ നിന്ന് കിട്ടുന്നത് ഏതാണ്? റെട്ടിനാൽ അല്ലേ? അപ്പൊ റെട്ടിനാലിന്റെ അളവ് കുറയുകയും അതുവഴി റൊഡോപ്സിന്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുകയും ചെയ്യുന്നു. മനസ്സിലായ? അതാണ് കാരണം, നിശാന്തതയുടെ കാരണം. നിശാന്തത നമുക്കറിയാം, മങ്ങിയ പ്രകാശത്തിൽ എന്താണ് വസ്തുക്കളെ കാണാൻ സാധിക്കാത്തതാണ് എന്തെന്ന് പറയണത്? നിശാന്തത എന്ന് പറയുന്നത്. അതിന്റെ കാരണം മനസ്സിലായില്ലേ? എന്താണ്? നമ്മുടെ വൈറ്റമിൻ എ കുറയുന്നത് മൂലം റെട്ടിനാലിന്റെ അളവ് കുറയുകയും തന്മൂലം എന്ത് സംഭവിക്കുന്നു? റൊഡോപ്സിന്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുകയും ചെയ്യുന്നു. അതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ നിശാന്തത എന്ന് പറയുന്നത്. അതിന്റെ പ്രതിവിധി നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? നിശാന്തത വരാതിരിക്കാനായിട്ട് എന്ത് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും? നമ്മുടെ ഭക്ഷണങ്ങളിൽ വൈറ്റമിൻ എ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക അല്ലെ. ഏതൊക്കെയായിരിക്കും വൈറ്റമിൻ എ അടങ്ങിയ ഭക്ഷണം? ഇലക്കറികൾ അല്ലെ. ഇലക്കറികളിലൊക്കെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? വൈറ്റമിൻ എ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണത്തിൽ എന്ത് ഉൾപ്പെടുത്തണം? കൂടുതലായിട്ട് ഇലക്കറികൾ ഉൾപ്പെടുത്തുക. അതാണ് നമുക്ക് പ്രതിവിധി ആകെ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അടുത്ത നോക്കിയേ, നമുക്ക് രോഗം തന്നിട്ടില്ല, കാരണം എഴുതിയിട്ടുണ്ട്. എന്താണ്? വിറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തുടർച്ചയായിട്ട് നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ എ എന്ത് ചെയ്യുന്നുണ്ട്? കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ടാകുന്ന രോഗത്തിന്റെ പേരെന്തായിരുന്നു? അത് സിറോഫ്താൽമിയാണ്. സിറോഫ്താൽമിയ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ പിക്ചർ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ സിറോഫ്താൽമിയ കാരണം എന്താണ്? വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം. ഇതും നമുക്ക് എന്ത് ചെയ്യാം? പ്രതിവിധി എങ്ങനെയായിരിക്കാം ചെയ്യാൻ പറ്റുന്നത്? ആകെ ഒരു പ്രതിവിധിയുള്ളൂ. എന്താണ്? വൈറ്റമിൻ എ അടങ്ങിയ ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ വൈറ്റമിൻ എ അടങ്ങിയ മെഡിസിനുകളൊക്കെ എന്ത് ചെയ്യുക? ഉപയോഗിക്കുക എന്നുള്ളതാണ് എന്ത് പ്രതിവിധി എന്ന് പറയാനായിട്ട്. ഇനി അടുത്തത് എന്താണ്? നമുക്ക് രോഗവും കാരണവും തന്നിട്ടില്ല. പ്രതിവിധി എന്താണ്? ഇത് പ്രതിവിധി എന്ന് പറയാൻ പറ്റില്ല കേട്ടാ. നമുക്ക് തന്മൂലം ഉണ്ടാകുന്ന അവസ്ഥയാണ് എന്തെന്ന് പറയണത്? ചുവപ്പും പച്ചയും നിറങ്ങൾ വേർതിരിച്ചറിയാൻ കഴിയുന്നില്ല. ആ ഒരു അവസ്ഥ ഏതാണ്? അതിന്റെ പേരെന്തായിരുന്നു? ചുവപ്പും പച്ചയും തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥ. അതിന്റെ പേരാണ്, ആ രോഗത്തിന്റെ പേരെന്താണ്? വർണ്ണാന്ധത. വർണ്ണാന്ധതയാണ് കേട്ടാ. വർണ്ണാന്ധതയിലാണ് എന്ത്? ചുവപ്പും പച്ചയും നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു അവസ്ഥ വരുന്നത്? അതിന്റെ കാരണം എന്താണ്? കാരണം ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് എന്താണ്? കോൺ കോശങ്ങളിലെ തകരാറ് മൂലം. എന്താണ്? കോൺ കോശങ്ങളുടെ തകരാറ്. അതായത് നമുക്കറിയാം നിറക്കാഴ്ച, നിറങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന കോശങ്ങളാണ് ഏതെന്ന് പറയുന്നത്? കോൺ കോശങ്ങൾ എന്ന് പറയുന്നത്. ഈ കോൺ കോശങ്ങളിൽ എന്തെങ്കിലും തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് തിരിച്ചറിയാൻ പറ്റൂല? ചുവപ്പും പച്ചയും, അതായത് നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയില്ല. ആ ഒരു രോഗമാണ് അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്? വർണ്ണാന്ധത എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ചിത്രം പകർത്തി വരച്ച് താഴെ തന്നിരിക്കുന്ന ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക. ചിത്രം പകർത്തി വരച്ച് താഴെ തന്നിരിക്കുന്ന ഭാഗങ്ങൾ അടയാളപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ചിത്രം ഒന്ന് നോക്കിയേ. ചിത്രം ഏതാണ്? നമ്മുടെ കണ്ണിന്റെ ചിത്രമാണ് അല്ലെ. കണ്ണിന്റെ ചിത്രമാണ്. നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ചിത്രമാണ് ഏത്? നമ്മുടെ കണ്ണ്. അതേപോലെ തന്നെ ന്യൂറോണ്, പിന്നെന്താണ് നമ്മുടെ ബ്രെയിൻ, മസ്തിഷ്കം, ഇതൊക്കെ എന്താണ് മെയിൻ ആയിട്ട് ചോദിക്കുന്നതാണ് പകർത്തി വരയ്ക്കാനായിട്ട് കേട്ടോ. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ്, എന്തായാലും പഠിച്ചിരിക്കുക. നോക്കിയേ, പ്രകാശ തീവ്രതയ്ക്ക് അനുസരിച്ച് ക്രമീകരിക്കപ്പെടുന്ന ഭാഗം ഏതാണെന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? ചിത്രം നല്ല വൃത്തിക്ക് എന്ത് ചെയ്യുക? ആൻസർ ഷീറ്റിലേക്ക് പകർത്തി വരയ്ക്കുക. പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ചോദ്യം ഏതായിരുന്നു? പ്രകാശ തീവ്രതയ്ക്ക് അനുസരിച്ച്
ക്രമീകരിക്കപ്പെടുന്ന ഭാഗം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ഭാഗമായിരുന്നു? ആകെ കണ്ണിൽ ഒരു ഭാഗം മാത്രമാണ് എന്ത്? പ്രകാശ തീവ്രതയ്ക്ക് അനുസരിച്ച് വലുതാകാനും ചെറുതാകാനും നമുക്ക് പറ്റുമെന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം ഏതാണ്? അത് പ്യൂപ്പിൾ ആണ് അല്ലെ. അപ്പൊ ഏതാണ് ഈ പ്യൂപ്പിൾ എന്ന് പറയുന്നത്? നമ്മുടെ ഐറിസിന്റെ നടുക്കുള്ള സുഷിരം, ഈ ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? പ്യൂപ്പിൾ. അപ്പൊ നമ്മൾ ആൻസർ എങ്ങനെയാണ് എഴുതേണ്ടത്? ഏത് ചോദ്യമാണ്? ചോദ്യത്തിന്റെ ക്വസ്റ്റ്യൻ എന്താണ്? എ ആണ് അല്ലെ. അപ്പൊ എ എന്ന് നമുക്ക് എന്ത് ചെയ്യാം? എ എന്ന് എഴുതിയിട്ട് പ്യൂപ്പിൾ എന്ന് എഴുതണം. ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്? പകർത്തി വരച്ച് ലാബിൽ ചെയ്യാൻ പറഞ്ഞാൽ, അത് അടയാളപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടയാളപ്പെടുത്തി തന്നെ ഇരിക്കണം കേട്ടോ. അടുത്തത് എന്താണ്? ബി ക്വസ്റ്റ്യൻ എന്താണ്? പ്രകാശഗ്രാഹി കോശങ്ങൾ കാണപ്പെടുന്ന ഭാഗം. കണ്ണിന് 3 ലെയേഴ്സ് ഉണ്ട്, 3 സ്ഥലങ്ങളുണ്ട്, 3 ഭാഗങ്ങളുണ്ട്. ഏതൊക്കെയായിരുന്നു? ദൃഢപടലം, രക്തപടലം, ദൃഷ്ടിപടലം അഥവാ റെട്ടിന. ആ 3 ലെയേഴ്സിൽ 3 ഭാഗങ്ങളിൽ എവിടെ മാത്രമാണ് പ്രകാശഗ്രാഹി കോശങ്ങൾ കാണപ്പെടുന്നത്? റെട്ടിനയിൽ മാത്രമല്ലേ, ദൃഷ്ടിപടലത്തിൽ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ ഏതാണ് ഇതിൽ? ഇത് റെട്ടിന ഏറ്റവും ഉള്ളിലത്തെ ലെയർ ആണ് അല്ലേ. അത് ഏതാണ്? ബി ക്വസ്റ്റ്യൻ അല്ലേ. അപ്പൊ റെട്ടിന എന്ന് അടയാളപ്പെടുത്തുക. ഇനി അടുത്തത് എന്താണ്? സി ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ദൃഢപടലത്തിന്റെ സുതാര്യമായ മുൻഭാഗം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതായിരുന്നു സുതാര്യമായ മുൻഭാഗം? പ്രകാശം കടത്തിവിടുന്നത് ഏതായിരുന്നു? അത് കോർണിയന് ഏറ്റവും പുറമേ ഉള്ളത്. നോക്കിയേ, ഇതാണ് എന്ത്? സി ക്വസ്റ്റ്യൻ അല്ലേ, കോർണിയ. കണ്ട, കോർണിയ. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആൻസർ ഷീറ്റിലേക്ക് എഴുതേണ്ടത്. മനസ്സിലായില്ലേ? ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ഇത് മാത്രമല്ല കേട്ടോ ചോദിക്കുക, ഒരുപാട് ഭാഗങ്ങളുണ്ട് അല്ലേ. അതിലേതെങ്കിലും ധർമ്മം തന്നിട്ടായിരിക്കും, ഏതെങ്കിലും ഭാഗത്തിന്റെ ധർമ്മം തന്നിട്ടായിരിക്കും നമ്മളോട് എന്ത് ചെയ്യണേ? അടയാളപ്പെടുത്താൻ ചോദിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ണിന്റെ ഭാഗങ്ങളും അതിന്റെ ധർമ്മങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. എന്തായാലും പഠിച്ച് എക്സാമിന് പോകണം. അടുത്ത ക്വസ്റ്റ്യൻ, ലെൻസിന്റെ വക്രതയിൽ മാറ്റം വരുത്താൻ സഹായിക്കുന്ന പേശി ഏതാണെന്നാണ് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ലെൻസിന്റെ വക്രതയിൽ മാറ്റം വരുത്തുന്ന പേശി ഏതാണ്? ഒന്ന് നോക്കി വായിച്ചു നോക്കി. ഏതൊക്കെയാണ്? വലയപേശി, സീലിയറി പേശി, റേഡിയൽ പേശി, ബാഹ്യ കൺപേശി. ഏതായിരിക്കും ഇതില്? സീലിയറി പേശിയാണ് കേട്ടോ. സീലിയറി പേശിയാണ്. വലയപേശിയും റേഡിയൽ പേശിയും എന്തിലാണ് വരുന്നത്? ഐറിസിൽ വരുന്നതാണ് കേട്ടോ. ബാഹ്യ കൺപേശി എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണിനെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? നേത്രഗോളത്തിൽ പിടിച്ചു നിർത്താൻ സഹായിക്കുന്ന പേശിയാണ് ഏതെന്ന് പറയുന്നത്? ബാഹ്യ കൺപേശി എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചു വേണം ഇത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട്. അടുത്തത്, നമുക്ക് 2 കണ്ണുകളുണ്ട്, എന്നാൽ വസ്തുവിന്റെ ഒരു ചിത്രം മാത്രമേ നമുക്ക് കാണാനാകൂ. പ്രസ്താവനയെ ന്യായീകരിക്കുക. ശരിയാണ് അല്ലെ, നമുക്ക് 2 കണ്ണുണ്ട്, പക്ഷെ നമ്മൾ അതായത് ഒരു വസ്തുവിന്റെ ഒരു ചിത്രം മാത്രമല്ലേ നമ്മുടെ കണ്ണിൽ കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ. എന്തുകൊണ്ടായിരിക്കാം? അതാര് മൂലമാണ്, അല്ലെങ്കിൽ എന്ത് മൂലമാണ്? അതാണ് ദ്വിനേത്ര ദർശനം എന്ന് പറയുന്നത്. അതായത് ഒരു വസ്തുവിന്റെ 2 ഭാഗത്തുമുള്ള അല്ലെങ്കിൽ 2 വശങ്ങളിലുള്ള ചിത്രം നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്? കണ്ണുകളിലേക്ക് വരുന്നുണ്ട് അല്ലേ. നമ്മുടെ മസ്തിഷ്കത്തിന്റെ പ്രവർത്തന ഫലമായിട്ടാണ് ഈ 2 ചിത്രങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? പ്രതിബിംബങ്ങളും കൂടിച്ചേർന്ന് ഒരൊറ്റ ത്രിമാന ചിത്രമായിട്ട് നാം കാണുന്നത്. മനസ്സിലായില്ലേ? അതാണ് എന്തെന്ന് പറയേണ്ടത്? ദ്വിനേത്ര ദർശനം. നമ്മൾ എന്ത് ചെയ്യാ? ദ്വിനേത്ര ദർശനമാണെന്ന് എഴുതാ. അത് എക്സ്പ്ലെയിൻ ചെയ്തു വേണം എന്ത് ചെയ്യാൻ? ഈ ആൻസർ എഴുതാനായിട്ട്. അടുത്തത്, താഴെ തന്നിരിക്കുന്ന പദങ്ങൾ വിശദീകരിക്കാൻ. 2 പദങ്ങൾ തന്നിട്ടുണ്ട്, അതെന്താണെന്ന് എഴുതാനാണ് ഈ ചോദിച്ചിരിക്കുന്നത്. നോക്കിയാ, ഒന്നാമത്തെ എന്താണ്? കണ്ണിന്റെ സമജ്ഞതക്ഷമത. എന്താണ് കണ്ണിന്റെ സമജ്ഞതക്ഷമത എന്ന് പറയുന്നത്? നമ്മുടെ കണ്ണിൽ നിന്നും വസ്തുവിലേക്കുള്ള അകലത്തിനനുസരിച്ച് ലെൻസിന്റെ വക്രതയിൽ മാറ്റം വരുത്തി ഫോക്കൽ ദൂരം ക്രമീകരിച്ച് പ്രതിബിംബത്തെ റെട്ടിനയിൽ തന്നെ രൂപപ്പെടുത്താനുള്ള കണ്ണിന്റെ കഴിവിനെയാണ് സമജ്ഞതാക്ഷമത അല്ലെങ്കിൽ പവർ ഓഫ് അക്കമഡേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, നമുക്ക് അടുത്തുള്ള വസ്തുവിനെയും കാണാനായിട്ട് പറ്റും, ദൂരെയുള്ള വസ്തുവിനെയും കാണാൻ സാധിക്കുന്നില്ലേ. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ഫോക്കൽ ദൂരം, അതായത് ആ ഒരു വസ്തുവും അതുപോലെ കണ്ണിലെ ലെൻസും തമ്മിലുള്ള ദൂരത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫോക്കൽ ദൂരം എന്ന് പറയുന്നത്. ഈ ഫോക്കൽ ദൂരം ക്രമീകരിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ക്രമീകരിക്കുകയും അതുപോലെ ലെൻസിന്റെ വക്രതയിൽ മാറ്റം വരുത്തിക്കൊണ്ട് പ്രതിബിംബം എവിടെ തന്നെ ഉണ്ടാവാനായിട്ട്, റെട്ടിനയിൽ തന്നെ ഉണ്ടാവാനായിട്ട് ഉള്ള കണ്ണിന്റെ കഴിവിനെയാണ് എന്തെന്ന് പറയുന്നത്? സമജ്ഞതക്ഷമത എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്? ദ്വിനേത്ര ദർശനം. നമ്മളിപ്പോ തന്നെ പറഞ്ഞാണല്ലേ, എന്താണ് ദ്വിനേത്ര ദർശനം? ഒരു വസ്തുവിന്റെ 2 ദിശയിൽ നിന്നുള്ള പ്രതിബിംബങ്ങളാണ് നമ്മുടെ ഓരോ കണ്ണിലും പതിക്കുന്നത് അല്ലെ. ഒരു വസ്തുവിന്റെ 2 വശങ്ങളിൽ നിന്നുള്ള പ്രതിബിംബം എന്ത് ചെയ്യും? നമ്മുടെ 2 കണ്ണിലും പതിക്കുന്നുണ്ട് അല്ലെ. ഒരു വശത്ത് നിന്ന് ഈ കണ്ണിലാണെങ്കിൽ ഇപ്പുറത്തേന്നുണ്ടെങ്കിൽ ഇപ്പുറത്തെ വശത്തേക്ക്. അപ്പൊ 2 എണ്ണം ഉണ്ടാവുന്നുണ്ട് അല്ലെ. പക്ഷെ നമ്മൾ ഒന്നായിട്ടല്ലേ കാണുന്നത്. എന്താണ്? ഈ 2
പ്രതിബിംബങ്ങൾ എവിടേക്ക് ചെല്ലും? നമ്മുടെ മസ്തിഷ്കത്തിലേക്ക് ചെല്ലുകയും മസ്തിഷ്കത്തിന്റെ പ്രവർത്തന ഫലമായി ഇവരെന്ത് ചെയ്യും? ഒരു ത്രിമാന രൂപമായിട്ട് മാറുന്നത്, ഒരൊറ്റ ഇമേജ് ആയിട്ട് മാറുന്നു. ഇതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ദ്വിനേത്ര ദർശനം അല്ലെങ്കിൽ ബൈനോക്കുലാർ വിഷൻ എന്ന് പറയുന്നത്. അടുത്തത് ചിത്രം വിശകലനം ചെയ്ത് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ചോദ്യം? എന്താണ്? ശരീര തുലന പാലിക്കുന്നതിൽ സഹായിക്കുന്ന ആന്തരകർണത്തിന്റെ ഭാഗങ്ങൾ ഏതാണ്? അപ്പൊ ചിത്രം നമുക്ക് നോക്കാം. ചിത്രം എന്താണ്? ആന്തരകർണം ഒന്ന് മനസ്സിലായി അല്ലേ നിങ്ങൾക്ക്? ആന്തരകർണത്തിൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ശരീര തുലന നില പാലിക്കുന്നതിൽ നിന്നാണ്. ശരീര തുലന നില പാലിക്കുന്നതിൽ ആന്തരകർണത്തിന്റെ ഭാഗം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെ ഭാഗങ്ങളായിരുന്നു? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ? ഏതായിരുന്നു? അർദ്ധവൃത്താകാര കുഴലുകളും അർദ്ധവൃത്താകാര കുഴലുകളും വെസ്റ്റിബ്യൂളും. ഈ രണ്ട് ഭാഗങ്ങളാണ് എന്ത്? ശരീരത്തിന്റെ തുലന നില പാലിക്കുന്നതിൽ പങ്കുവഹിക്കുന്നത്. കോക്ലിയ എന്തിനായിരുന്നു? കോക്ലിയ എന്ന് പറയുമ്പോൾ എന്താണ്? കേൾവിക്കാണ് സഹായിക്കുന്നത്. വ്യത്യാസമുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കുക. അർദ്ധവൃത്താകാര കുഴലുകളും വെസ്റ്റിബ്യൂളും ആണ് എന്തിനു സഹായിക്കുന്നത്? കേൾവിക്ക് സഹായിക്കുന്നത്. കോക്ലിയ ആണെന്നുണ്ടെങ്കിൽ അതെന്താണ്? ഹിയറിങ്ങിനാണ്, കേൾവിക്കാണ് സഹായിക്കുന്നത്. സഹായിക്കുന്ന ആന്തരകർണത്തിന്റെ ഭാഗങ്ങൾ ഏതാന്ന് മനസ്സിലായില്ലേ? ഏതൊക്കെയാണ്? അർദ്ധവൃത്താകാര കുഴലുകളും അതുപോലെ വെസ്റ്റിബ്യൂളും ആണ് എന്ത്? തുലന നില പാലിക്കുന്നതിൽ സഹായിക്കുന്നത്. അടുത്തെന്താണ്? ശരീര തുലന നില പാലിക്കുന്നതിൽ ഈ ഭാഗം എങ്ങനെ സഹായിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഈ പറഞ്ഞ വെസ്റ്റിബ്യൂളും അതുപോലെ അർദ്ധവൃത്താകാര കുഴലുകളും ഈ ശരീര തുലന നില പാലിക്കാൻ സഹായിക്കുന്നത്? എന്താണ്? എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ശരീര തുലന നില വരുന്നത്? നമ്മുടെ തലയുടെ ചലനത്തെയാണ് അല്ലെ? നമ്മുടെ തല ചലിക്കുന്നതിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്? ശരീര തുലന നില പാലിക്കുന്നത്. അപ്പൊ തലയുടെ ചലനത്തിനനുസരിച്ച് ഈ വെസ്റ്റിബ്യൂളിലും അതുപോലെ അർദ്ധവൃത്താകാര കുഴലുകളിലും എന്തുണ്ട്? ദ്രവമുണ്ട്, എൻഡോലിംഫ് ഉണ്ട് അല്ലെ? ഈ എൻഡോലിംഫും എന്ത് ചെയ്യും? ചലിക്കും അല്ലെ? നമ്മുടെ തല ചലിക്കുന്നതനുസരിച്ച് തല അനങ്ങുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? ഈ അർദ്ധവൃത്താകാര കുഴലുകളിലും അതേപോലെ വെസ്റ്റിബ്യൂളിലുമുള്ള ദ്രവവും എന്ത് ചെയ്യും? എൻഡോലിംഫും എന്ത് ചെയ്യും? ചലിക്കുന്നു അല്ലെ? അനങ്ങുന്നു. ഈ ചലനം എന്ത് ചെയ്യുന്നു? നമ്മുടെ ഇവിടെയുള്ള എന്താണ്? പ്രത്യേക തരത്തിലുള്ള രോമകോശങ്ങൾ ഉണ്ട് അല്ലേ? ഈ രോമകോശങ്ങളെ ഉത്തേജിപ്പിക്കുകയും അവിടെ നിന്ന് ആവേഗങ്ങൾ ഉണ്ടാകുകയും വെസ്റ്റിബ്യുലാർ നാഡി വഴി ഈ ആവേഗങ്ങൾ സെറിബെല്ലത്തിലേക്ക് എത്തി ശരീര തുലന നില പാലിക്കുന്നു. ശ്രദ്ധിക്കണം, ഇവിടെ എന്താണ്? നാഡി എന്താണ്? വെസ്റ്റിബ്യുലാർ നാഡിയാണ്. പോകുന്നത് എവിടേക്കാണ്? ആവേഗം എവിടേക്ക് പോകും? നമ്മുടെ സെറിബെല്ലത്തിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ആവേഗങ്ങൾ എത്തുന്നത്. അങ്ങനെയാണ് നമ്മുടെ എന്ത് ചെയ്യുന്നത്? വെസ്റ്റിബ്യൂളും അർദ്ധവൃത്താകാര കുഴലുകളും ശരീര തുലന നില പാലിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ചോദ്യമാണ്, പഠിച്ച് വെക്കുക, എന്തായാലും പഠിച്ചു വെക്കുക. അടുത്ത നോക്കിയേ, രുചിയുമായി ബന്ധപ്പെട്ട ഫ്ലോ ചാർട്ട് നൽകിയിരിക്കുന്നു, അത് ക്രമീകരിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു പാഠത്തിൽ, രണ്ടാമത്തെ പാഠത്തിൽ നമുക്ക് ഒരുപാട് ഫ്ലോ ചാർട്ട് വരുന്നുണ്ട് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ ഫ്ലോ ചാർട്ട്. ഏതൊക്കെയാണ്? കണ്ണിന്റെ ചോദിക്കാറുണ്ട് ഫ്ലോ ചാർട്ട്, ചെവിയുടെ ചോദിക്കാറുണ്ട്, അതേപോലെ രുചിര, മണം, ഇതൊക്കെ എന്താണ് മെയിൻ ആയിട്ട്. ഈ 4 ഫ്ലോ ചാർട്ടും പഠിച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? എക്സാമിന് പോവുക. ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും ചോദിക്കുന്നതാണ്. ഇപ്പൊ നോക്കിയാൽ നമുക്ക് ഷഫിൾ ചെയ്ത് തന്നൊക്കെയാണ് അല്ലേ? എന്താണ് നമുക്ക് അങ്ങനെയാണെങ്കിൽ രുചിര ആദ്യം നമുക്ക് ഏതായിരിക്കും? ആദ്യം എന്തായിരിക്കണം? ഭക്ഷണ പദാർത്ഥങ്ങൾ ഉമിനീരിൽ ലയിക്കണം, വേണ്ടേ? അപ്പൊ ആദ്യം എഴുതേണ്ടത്, ഒന്നാമത് എടുത്തെഴുതേണ്ടത് ഏതാണ്? ഭക്ഷണ പദാർത്ഥങ്ങൾ ഉമിനീരിൽ ലയിക്കണം. അടുത്തത് ഏതായിരിക്കും? ഉമിനീരിൽ ലയിച്ചു, അതിനുശേഷം എന്തായിരിക്കും? രാസഗ്രാഹികൾ ഉത്തേജിക്കപ്പെടുന്നു. രണ്ടാമത് എഴുതേണ്ടത് ഏതാണ്? രാസഗ്രാഹികൾ എന്ത് ചെയ്യും? ഉത്തേജിപ്പിക്കപ്പെടും അല്ലെ? രാസഗ്രാഹികൾ ഉത്തേജിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മൂന്നാമതായിട്ട് എഴുതേണ്ട ഏതാണ്? ആവേഗങ്ങൾ രൂപപ്പെടുന്നു. ആവേഗങ്ങൾ ഉണ്ടായി, ആവേഗങ്ങൾ രൂപപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നാലാമത് ഏതായിരിക്കും അടുത്തത് എഴുതേണ്ടത്? ആവേഗങ്ങൾ നാഡി വഴി എവിടേക്ക് എത്തും? സെറിബ്രത്തിലേക്ക് എത്തുന്നു. അതിനുശേഷം സെറിബ്രത്തിലേക്ക് എത്തിക്കഴിഞ്ഞാലാണ് നമ്മൾ എന്തറിയണത്? രുചി എന്ന അനുഭവം ഉണ്ടാകുന്നത്. അപ്പൊ എന്ത് ചെയ്യാം? ഇങ്ങനെ ഓർഡർ ആക്കി നമ്മൾ എന്ത് ചെയ്യാം? എഴുതാം. ഇതേപോലെ നമ്പർ ഇട്ട് വെക്കാനല്ല കേട്ടോ പറയുന്നത്, ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നുള്ളൂ. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? ആൻസറിൽ എന്ത് ചെയ്യാം? ഇതിൽ നിന്ന് എന്ത് ചെയ്യണം? നമുക്ക് ഓർഡർ ആയിട്ട് എന്ത് ചെയ്യാം? എഴുതാം. ആദ്യത്തേത് ഏതാണ്? ഭക്ഷണ പദാർത്ഥങ്ങൾ ഉമിനീരിൽ ലയിക്കുന്നു, അത് എടുത്തെഴുതണം. അതിന്റെ അടിയിൽ എന്ത് ചെയ്യണം? രണ്ടാമത്തെ ഏതാണോ അത് എഴുതി വെക്കുക. അല്ലാതെ ഇതേപോലെ നമ്പർ ഇട്ട് വെക്കരുത്, മനസ്സിലായ? എടുത്തെഴുത് തന്നെ വേണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ചിത്രീകരണം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, അടുത്ത ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ കേട്ടാ. എന്തായാലും എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, എന്താണ്? എക്സ് വൈ എന്നിവ തിരിച്ചു. ഇത് എന്തിന്റെ ഭാഗമാണ് ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്നത്? കോക്ലിയ അല്ലെ? കോക്ലിയയുടെ ഭാഗമാണ് ഈ കാണിച്ചിരിക്കുന്നത്. എക്സ് വൈ എന്നീ ഭാഗങ്ങൾ, ഇതാണ് എക്സ് എന്ന് പറയുന്നത്.
എക്സ് എന്ന് പറയുന്ന ഭാഗം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് അത്? ഓവൽ വിൻഡോയാണ് അല്ലേ? ഓവൽ വിൻഡോയാണ്, ഓവൽ വിൻഡോയാണ്. ഇനി y എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗം ഇതാണ്. y ഏതാണ്? റൗണ്ട് വിൻഡോ, റൗണ്ട് ആണ്. എക്സ് മുകൾ ഭാഗത്ത് ഓവൽ വിൻഡോയും അടിയിൽ y ഏതാണ്? റൗണ്ട് വിൻഡോയുമാണ്. നോക്കിയേ അടുത്ത ചോദ്യം എന്താണ്? എക്സ് വൈ എന്നിവയുടെ പ്രവർത്തനങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എക്സിന്റെ പ്രവർത്തനം എന്തായിരുന്നു? അതായത് ഓവൽ വിൻഡോയുടെ പ്രവർത്തനം എന്താണ്? ഓവൽ വിൻഡോ എന്തിനോട് ചേർന്നിട്ടാണ് ഇരിക്കുന്നത്? നോക്കിയേ, സ്റ്റേപ്പിസുമായിട്ടാണ്. നമ്മുടെ അസ്ഥി ശൃംഖലയിലെ ഏതൊക്കെ അസ്ഥി ഉണ്ട്? മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. അതില് സ്റ്റേപ്പിസുമായിട്ടാണ് എന്ത് ജോയിൻ ചെയ്തിരിക്കുന്നത്? ഓവൽ വിൻഡോ ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പൊ സ്റ്റേപ്പിസിൽ നിന്നുള്ള കമ്പനം എന്ത് ചെയ്യും? ഓവൽ വിൻഡോ വഴി ആന്തരകർണത്തിലേക്ക് എത്തിക്കുന്നു. അതാണ് ആരുടെ ധർമ്മം എന്ന് പറയുന്നത്? ഓവൽ വിൻഡോയുടെ പ്രവർത്തനം എന്ന് പറയുന്നത്. എന്താണ്? സ്റ്റേപ്പിസിൽ നിന്നുള്ള കമ്പനം, അല്ലെങ്കിൽ എന്ത് പറയാം നമുക്ക്? അസ്ഥി ശൃംഖലയിൽ നിന്നുള്ള കമ്പനം എന്ത് ചെയ്യും? ഓവൽ വിൻഡോ വഴി എവിടേക്ക് എത്തിക്കും? ആന്തരകർണത്തിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു. അടുത്തത് എന്താണ്? വൈരയാണ് അല്ലെ? എന്താണ് റൗണ്ട് വിൻഡോ? റൗണ്ട് വിൻഡോ സഹായിക്കുന്നത് എന്തിനാണ്? കോക്ലിയയ്ക്കുള്ളിലെ ദ്രാവകം അല്ലെങ്കിൽ ദ്രവം ചലിക്കുന്നതിൽ സഹായിക്കുന്നു എന്നാണ് ആരുടെ ധർമ്മം എന്ന് പറയുന്നത്? റൗണ്ട് വിൻഡോയുടെ ധർമ്മം എന്ന് പറയുന്നത്. കോക്ലിയയ്ക്കുള്ളിലെ ദ്രവത്തെ ചലിപ്പിക്കുന്നു. അതാണ് എന്തിന്റെ ധർമ്മം? റൗണ്ട് വിൻഡോയുടെ ധർമ്മം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഒരു നേത്രരോഗത്തിന്റെ ലക്ഷണം തന്നിരിക്കുന്നുണ്ട്. നോക്കിയേ, ഏതാണ് ലക്ഷണം എന്ന് പറയുന്നത്? കണ്ണിനുള്ളിലെ മർദ്ദം വർദ്ധിക്കുന്നു. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ് അല്ലെ? കണ്ണിനുള്ളിലെ മർദ്ദം വർദ്ധിക്കുന്നു. റെട്ടിനയുടെയും പ്രകാശഗ്രാഹി കോശങ്ങളുടെയും നാശം അന്ധതയിലേക്ക് നയിക്കുന്നു. ഏതായിരുന്നു മർദ്ദം വർദ്ധിക്കുന്ന ആ ഒരു രോഗം? ഏതായിരുന്നു? ക്വസ്റ്റ്യൻ എന്തായിരുന്നു നമ്മൾ ചോദിച്ചിട്ടുണ്ട്? നോക്കിയേ, രോഗം തിരിച്ചറിയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് ആ രോഗം? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണല്ലേ. ഏതാണ് രോഗം? രോഗത്തിന്റെ പേരാണ് എന്ത്? ഗ്ലോക്കോമ. ഗ്ലോക്കോമ എന്നാണ് ആ രോഗത്തിന്റെ പേര്. രോഗത്തിന്റെ കാരണം എഴുതുക. എന്തായിരുന്നു കാരണം? നമ്മുടെ അക്വസ് ദ്രവത്തിന്റെ പുനരാകിരണം തടസ്സപ്പെടുന്നത് മൂലമാണ് നമ്മുടെ കണ്ണിൽ എന്ത് സംഭവിക്കുന്നത്? മർദ്ദം കൂടുന്നു. അതുവഴി നമ്മുടെ റെട്ടിനെയും പ്രകാശഗ്രാഹി കോശങ്ങളൊക്കെ എന്ത് ചെയ്യും? നശിച്ച് പോയി നമ്മൾ എന്തായും? അന്ധതയിലേക്ക് വരും. ഓക്കെ, അപ്പൊ രോഗം ഏതാണ്? ഗ്ലോക്കോമയാണ് രോഗം എന്ന് പറയുന്നത്. രോഗത്തിന്റെ കാരണം നമുക്ക് മനസ്സിലായില്ല. എന്താണ്? അക്വസ് ദ്രവത്തിന്റെ പുനരാകിരണം തടസ്സപ്പെടുന്നു. അടുത്തത് ബി ക്വസ്റ്റ്യൻ എന്താണ്? ഈ രോഗം ഭേദമാക്കാനുള്ള പ്രതിവിധി എന്താണ്? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ്. എന്താണ്? ലേസർ സർജറി ആണ്. ലേസർ സർജറി വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ രോഗം ഭേദമാക്കാനായിട്ട് സാധിക്കുന്നു. അടുത്തത് പ്രസ്താവന ന്യായീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊരു പ്രസ്താവന എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണുനീരിന് അണുനാശിനി ഗുണങ്ങൾ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കണ്ണുനീരിന് അണുനാശിനി ഗുണങ്ങളുണ്ട്. എന്താണ് അണുനാശിനി? നമുക്കറിയാം അല്ലെ? അതായത് രോഗാണുക്കളെ നശിപ്പിക്കുന്നവയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അണുനാശിനി എന്ന് പറയാം. അപ്പൊ നമ്മുടെ കണ്ണുനീര് ഒരു അണുനാശിനിയാണോ? ആണ് അല്ലെ? നമ്മുടെ കണ്ണുനീരില് ഒരു എൻസൈം ഉണ്ട്, ലൈസോസൈം എന്ന് പറയുന്ന ഒരു എൻസൈം എവിടെ ഉണ്ട്? നമ്മുടെ കണ്ണുനീരിലുണ്ട്. ആ ലൈസോസൈം എന്ത് ചെയ്യും? നമ്മുടെ കണ്ണുനീരിൽ അടങ്ങിയിട്ടുള്ള രോഗാണുക്കളെ എന്ത് ചെയ്യും? നശിപ്പിച്ചു കളയുന്നു. മനസ്സിലായ? അതുകൊണ്ട് കണ്ണുനീര് എന്താണ്? ഒരു അണുനാശിനിയാണ് എന്ന് നമുക്ക് പറയാം. മനസ്സിലായില്ലേ? എന്താണ് അണുനാശിനി എന്ന് പറയുമ്പോൾ? എന്താണ്? രോഗാണുക്കളെ നശിപ്പിക്കുന്നവയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അണുനാശിനികൾ എന്ന് പറയുന്നത്. അപ്പൊ കണ്ണുനീര് ഒരു അണുനാശിനിയാണ് അല്ലെ? ശരിയാണ്, ഈ പ്രസ്താവന ശരിയാണ് അല്ലെ? എന്താണ്? അണുനാശിനിയാണെന്ന് പറയാൻ കാരണം എന്താണ്? കണ്ണുനീരിൽ ലൈസോസൈം എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട്. ആ എൻസൈം രോഗാണുക്കളെ നശിപ്പിക്കുന്നു. അടുത്തത് പട്ടികയിൽ നൽകിയിരിക്കുന്ന പദങ്ങൾ ഉപയോഗിച്ച് ബന്ധങ്ങൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. കുറച്ച് പദങ്ങൾ നമ്മുടെ ഒരു ബോക്സിലാക്കി തന്നിട്ടുണ്ട്. നമ്മളോട് അത് ബന്ധങ്ങൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം ഏതാന്ന് നോക്കിയേ, ഓർഗൻ ഓഫ് കോർട്ടി അല്ലേ? ഓർഗൻ ഓഫ് കോർട്ടി. ഓർഗൻ ഓഫ് കോർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട പദം ഏതാണ് എന്ന് നോക്കിയേ നിങ്ങൾ. ഏതായിരിക്കും ബന്ധപ്പെട്ട പദം? ഓർഗൻ ഓഫ് കോർട്ടിയിൽ വരുന്നത് ഏതായിരിക്കും? ഏതാണ് ഓർഗൻ ഓഫ് കോർട്ടി എന്ന് പറയുന്നത്? ഓർഗൻ ഓഫ് കോർട്ടി എന്ന് പറയുന്ന പദത്തിൽ ഉണ്ട്, നമുക്ക് ഉണ്ടാ? നമ്മൾ ശ്രദ്ധിക്കണം. മനസ്സിലായ? ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? നമ്മളുടെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? കുറെ സാധനം ഇല്ലാത്ത പദങ്ങളൊക്കെ എന്ത് ചെയ്യും? ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് തരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? നന്നായിട്ട് എന്ത് ചെയ്യാ? നോക്കിയിട്ട് വേണം എഴുതാനായിട്ട്. ചാടി കയറി നമ്മൾ എഴുതാൻ പാടില്ല. അപ്പൊ നോക്കിയേ, ഓർഗൻ ഓഫ് കോർട്ടി ഉണ്ടോ നോക്കിയേ? ഏതെങ്കിലും ഒരു ബന്ധം ഉണ്ടോ നോക്കിയേ? പാർശ്വവരാണോ, പ്ലാനേറിയ, ഐസ്പോട്ട്, ഈച്ച, സ്രാവ്, ജേക്കബ്സൺസ്, ഓർഗനോമെറ്റീഡിയ, പാമ്പ്, ഇതൊന്നും എന്ത് ചെയ്യില്ല? ഓർഗൻ ഓഫ് കോർട്ടി ഇല്ല. ഓർഗൻ ഓഫ് കോർട്ടി എവിടെ വരണാണ്? നമ്മുടെ ചെവിയിൽ വരുന്നതാണ് അല്ലേ? നമ്മുടെ ഇയറിൽ വരുന്ന ഒരു ഭാഗമാണ്. അപ്പൊ അതിൽ ഇല്ല. അപ്പൊ നമ്മളത് എഴുതാൻ നിൽക്കണ്ട. മനസ്സിലായ? അടുത്ത നോക്കിയേ, അടുത്തത് ഏതാണ്? പാർശ്വവര.
വര. പാർശ്വവര നോക്കിയേ, പാർശ്വവരയായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടോ നോക്കിയേ ഇവിടെ. പാർശ്വവര ആരിലാണുള്ളത്? സ്രാവിലുണ്ട് അല്ലേ? പാർശ്വവര ആരിലാണുള്ളത്? സ്രാവിൽ. അതിന്റെ ശരീര തുലന നില പാലിക്കുന്നതിൽ സഹായിക്കുന്ന കോശങ്ങൾ ഉള്ളതാണ് ഏത്? പാർശ്വവര എന്ന് പറയുന്നത്. അപ്പൊ പാർശ്വവര നമ്മുടെ കഴിഞ്ഞു. ഇനി അടുത്തത് ഏതാണ്? പ്ലനേറിയ. പ്ലനേറിയ, പ്ലനേറിയനായിട്ട് ബന്ധപ്പെട്ടത് എന്താണ് നോക്കിയേ. പ്ലനേറിയയ്ക്ക് ഉള്ളത് ഏതാണ് ഇവിടെ? പ്ലനേറിയയ്ക്ക് അതിന്റെ അടുത്ത് തന്നെ എടുക്കുന്നുണ്ട് അല്ലേ? എന്താണ്? ഐസ്പോട്ട് ആണ്. പ്ലനേറിയയ്ക്ക് ഉള്ളത് എന്താണ്? ഐസ്പോട്ട് ആണ്. ഐസ്പോട്ട് എന്തിനു സഹായിക്കുന്നതാണ്? ഐസ്പോട്ട് പ്രകാശം തിരിച്ചറിയാൻ സഹായിക്കുന്ന ഭാഗമാണ്. അടുത്തത് ഈച്ച. ഈച്ച, ഈച്ച, ഈച്ചയിലെ ഏതായിരിക്കും? ഈച്ചയിലെ കുഞ്ഞു കുഞ്ഞു കണ്ണുകൾ അല്ലേ? കുഞ്ഞു കുഞ്ഞു കണ്ണുകൾ ചേർന്നിട്ട് വലിയൊരു കണ്ണായിട്ട് മാറിയിരിക്കുകയാണ്. അതിനാണ് എന്തെന്ന് പറയുന്നത്? ഒമാറ്റീഡിയ. കുഞ്ഞു കുഞ്ഞു കണ്ണുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒമാറ്റീഡിയ. എന്തിനു തന്നെയാണ്? കാണാൻ തന്നെയാണ് അത് സഹായിക്കുന്നത്. കാഴ്ച തന്നെയാണ് കേട്ടോ. അടുത്തത് അപ്പൊ എന്താണ്? നമ്മൾ ഈച്ച കഴിഞ്ഞു, സ്രാവ് കഴിഞ്ഞു. ഇനി ആരാണ്? ജേക്കബ്സൺസ് ഓർഗൻ അല്ലേ? ജേക്കബ്സൺസ് ഓർഗൻ. ജേക്കബ്സൺസ് ഓർഗൻ. ജേക്കബ്സൺസ് ഓർഗൻ ഏതാണ്? ജേക്കബ്സൺസ് ഓർഗൻ ആർക്കാണുള്ളത്? പാമ്പിനാണ് അല്ലേ? മണം തിരിച്ചറിയാനായിട്ട് സഹായിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്? ജേക്കബ്സൺസ് ഓർഗൻ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പോ പൊതുവേ എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടാ ഇത്. ഒരുപാട് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ അറിയാം, ഈ ക്വസ്റ്റ്യൻ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ഇല്ല. എപ്പോഴും ചോദിക്കുന്ന ഒന്ന്, അല്ലെങ്കിൽ മാച്ച് ചെയ്യാനായിട്ട് ചോദിക്കും, അല്ലെങ്കിൽ ഇതേപോലെ ബന്ധം കണ്ടെത്താൻ ചോദിക്കും, അല്ലെങ്കിൽ വേർഡ് പെയർ പദജോടി ബന്ധം എഴുതാനായിട്ട് പറയും. ഇങ്ങനെ എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ഈ പറഞ്ഞ അതായത് ജീവികളും അവയുടെ ഗ്രാഹികളും എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ എന്ത് ചെയ്യുന്നത്. ഇനിയും ഉണ്ട്, പക്ഷെ ഇത്രയുമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ എന്നും പറഞ്ഞ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ എന്തായാലും ഇത്രയും ചോദ്യങ്ങൾ എൻ്റെ മക്കള് നന്നായിട്ട് പഠിച്ചു വേണം എന്ത് ചെയ്യാനായിട്ട്, എക്സാമിന് പോവാനായിട്ട്. ഇനി അടുത്തൊരു വീഡിയോയിൽ നമ്മൾ 3ാമത്തെ ചാപ്റ്ററുമായിട്ട് വരാം. അപ്പോൾ താങ്ക് യു.